ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ് കൂടോത്രം, കൺദൃഷ്ടി, ബ്ലാക്ക് മാജിക്ക്. ഇവയൊക്കെ ഏറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് ആ ഒരു വീഡിയോയാണ്. കൺദൃഷ്ടി ഏക്കാത്തവർ അല്ലെങ്കിൽ കൂടോത്രം, ബ്ലാക്ക് മാജിക്ക് ഇവയൊന്നും ഏക്കാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിലുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. കുറച്ചധികം സൗന്ദര്യമുള്ളവർ, നല്ല കണ്ണുകൾ, നല്ല മുടി, അതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സ് നമ്മളിട്ടാൽ, നല്ലൊരു ഓർണമെൻറ്റ്സ് ധരിച്ചാൽ, ഈവൻ നന്നായി പഠിച്ചാൽ പോലും നമ്മളെ ആൾക്കാർ കണ്ണ് വെക്കും. ചില നക്ഷത്രക്കാർക്ക് ആ ഒരു കൺദൃഷ്ടി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിട്ട് ഏൽക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു കൺദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ നോർമലി നമ്മൾക്ക് ഉപ്പ് ഒഴിഞ്ഞിടുക, അല്ലെങ്കിൽ ഉപ്പും മുളകും കടുകും കൂടിയൊക്കെ ഒഴിഞ്ഞിടുക. അതുപോലെ മുടിയും നമ്മൾ മിറ്റം തൂക്കുന്ന ചൂലിൽ നിന്നൊരല്പം കഷ്ണം എടുത്തിട്ട് അതെല്ലാം കൂടി ഒഴിഞ്ഞു കളയുക. അങ്ങനെയൊക്കെ ചെയ്താൽ നോർമലി കൺദൃഷ്ടി നമ്മളിൽ നിന്ന് പോകും. പക്ഷേ കൂടോത്രം, ബ്ലാക്ക് മാജിക്ക് പോലുള്ളവ ചിലർ നമ്മളിൽ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ആഭിചാരം ചെയ്യുക എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അതുമാത്രവുമല്ല, അത് ഏറ്റുകഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അത്രയും നാൾ എത്രമാത്രം നല്ല ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു, ആ ഒരു രീതിയിൽ നിന്ന് മാറി എല്ലാ കാര്യത്തിലും ആ ഒരു വ്യക്തിക്ക് അലസത നേരിടാനായിട്ട് തുടങ്ങും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക്ക്, കൺദൃഷ്ടി ഇവയൊക്കെ ഏറ്റിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് ഏറ്റിട്ടുള്ള ആ ഒരു വീട്ടിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ ആയിരിക്കും അത് ബാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രകൃതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആദ്യം മനസ്സിലാക്കുന്നത് ജന്തുക്കളാണ് എന്നുള്ള കാര്യം, അത് പക്ഷിമൃഗാദികൾ. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഒരു നെഗറ്റീവ് എനർജി, അത് കൂടോത്രമോ കൺദൃഷ്ടിയോ ആഭിചാരമോ ബ്ലാക്ക് മാജിക്കോ എന്തുമായിക്കൊള്ളട്ടെ, അത് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ ആയിരിക്കും. ലവ് ബേഡ്സ്, അക്വേറിയത്തിൽ വളർത്തുന്ന മീൻ, പട്ടി, പൂച്ച എന്ത് തന്നെ ആയാലും അവ മരിച്ചു പോകുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം. അതായത് ഒരസുഖവുമില്ലാതെ സഡനായിട്ട് മരിച്ചു പോകുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഇവ ഇറങ്ങിപ്പോകും. അടുത്തതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള ആളുകളെ ഒന്നെങ്കിൽ പാമ്പ്, പട്ടി, കുരങ്ങൻ ഇവയുടെ ആക്രമണം. ഇവ വെറുതെ ആക്രമിച്ചാൽ മാത്രമല്ല, അത് കടിച്ച് ചോരയും കൂടി കാണും, രക്തം കാണുക എന്ന് പറയും. മറ്റൊരു രീതിയിലും രക്തം കാണുക എന്നുള്ളതല്ല, ഈ ഒരു രീതിയിൽ, അതായത് പട്ടി കടിക്കുക, കുരങ്ങൻ ആക്രമിക്കുക, പാമ്പ് കടിക്കുക, ഇങ്ങനെ കടിച്ച് രക്തമുണ്ടാകുന്നതും നമുക്ക് കൂടോത്രം, ബ്ലാക്ക് മാജിക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. എത്ര നമ്മൾ ക്ഷീണിച്ച്, അതായത് നമ്മൾ പകൽ മുഴുവൻ പൊരിഞ്ഞ വെയിലത്ത് നിന്ന് അത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കിടന്നാലും നമുക്ക് ഉറക്കം വരാതിരിക്കുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അതേപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കാണുക, നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതായിട്ട്. അത് നോർമലി കാണുന്ന ഒന്നല്ല, മുഖമില്ലാത്ത കറുത്ത ഒരു നിഴലിനുള്ളിൽ നിന്ന് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ട് നമ്മൾ രാത്രിയിൽ കിടന്ന് കാറുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഒരു ലക്ഷണം. അതേപോലെ തന്നെ ആ കുടുംബത്തിലെ സ്ത്രീകൾ, അവരെത്ര ഏജുമായിക്കൊള്ളട്ടെ, മുട്ടിന് താഴോട്ട് അവർക്ക് കാലിന് വേദന അനുഭവപ്പെടുക. അതായത് ഇപ്പോൾ പ്രായമായവർക്ക്, നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈവൻ ഉണ്ടാവുന്ന ഒന്നാണ് ഈ ഒരു മുട്ടുവേദന, മുട്ടിന് താഴോട്ടുള്ള വേദന എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന, അപ്പോൾ അത്രയും നാളും ഈ വക കാലിന് വേദനകൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിൽക്കുന്നൊന്നുമില്ലാത്ത, അതായത് അധികം നേരം നിൽക്കുന്ന ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്കും മുട്ടിന് താഴോട്ട് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, ആ ഒരു വേദന കാരണം ഉറങ്ങാൻ പറ്റാതെ വരിക തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ
ക്ഷേത്ര ദർശനം നടത്താൻ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ളത്. ഈവൻ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിലേക്ക് നമുക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് പോലും തടസ്സങ്ങൾ കാരണം മുടങ്ങിപ്പോകുക. എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അതുപോലെ ഈവൻ നമ്മുടെ വീട്ടിലെ നിലവിളക്ക് പോലും കൊളുത്താൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് നമുക്ക് ചിലപ്പം മടി വരിക എന്ന് പറയും. ഇന്ന് കത്തിക്കേണ്ട, നാളെ കത്തിക്കാം, അങ്ങനെ തള്ളി നീക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സ്വന്തം വാഹനമാകാം. അതല്ല, നമ്മൾ മറ്റൊരാളുടെ വാഹനം പിടിച്ചിട്ട് പോയാൽ പോലും ചിലപ്പോൾ ആ ഒരു വാഹനം വലിയ അപകടങ്ങളല്ല ബ്രേക്ക് ഡൗൺ ആവുക, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് പാതി വഴിയിൽ യാത്ര നിലയ്ക്കുക. ഇതൊക്കെ എന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ വീട്ടിൽ നമ്മളിൽ നെഗറ്റീവ് എനർജിയുടെ ഒരു ബാധിപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുമാത്രവുമല്ല, വശ്യം മരുന്ന്, അതായത് ചിലവരൊക്കെ നമ്മളെ വശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൂടി ആഹാരത്തിൽ കൂടിയും മന്ത്രം ചൊല്ലിയും ഒക്കെ നമുക്ക് മരുന്നുകൾ തരും. അപ്പം അങ്ങനെയൊക്കെയും നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവയൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പം ഇതിനായിട്ടുള്ള പരിഹാരങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം, ദേവീക്ഷേത്രം എന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ പോകണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഏതൊരു ദേശത്തും ഭദ്രകാളി ഉണ്ടെങ്കിൽ അത് കാവൽ ദൈവമായിരിക്കും. കേരളത്തിലുള്ള മിക്കവരുടെയും കുലദൈവം എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അതുപോലെ തന്നെ ഒരു ദേശത്ത് കാളിദേവിയുടെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ദേശത്തെ കാക്കുന്ന കാവൽ ദൈവമാണ് ആ ഒരു ഭദ്രകാളി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഭദ്രകാളിയുടെ അടുത്ത് പോകണമെന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാം, ചൊവ്വാഴ്ച ദിവസമാണ് ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എതിര് നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പല്ലാണ്. അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് പല്ല്, നാക്ക്, ഇവയൊക്കെ വെളിയിൽ കാണുന്ന ദൈവങ്ങൾ ഈ ഒരു ബ്ലാക്ക് മാജിക്, കൂടോത്രം പോലുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവരാണ്. അതുമാത്രവുമല്ല, ത്രിശൂലം ഭൂമിയിൽ നോക്കിയിരിക്കുന്ന ദൈവങ്ങളുണ്ട്. ഭദ്രകാളിയമ്മ ത്രിശൂലം കൊണ്ട് കുത്താനായിട്ട് ഭൂമിയിലോട്ടാണ് ആ ഒരു ത്രിശൂലത്തിൻ്റെ ഭാഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും അധികം ഉള്ളത് തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാക്ക് വെളിയിൽ കാണുന്ന, പല്ല് വെളിയിൽ കാണുന്ന വേറെ ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ദൈവങ്ങളെ വേണം നമ്മൾ ഈ ഒരു ആഭിചാരങ്ങളും കൂടോത്രവും കൺദൃഷ്ടിയും മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഏറ്റവും നല്ലത് ചെയ്യാൻ കർത്തവാവാണ്. കാരണം എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഏറ്റിട്ടുള്ള എന്ത് രീതിയിലുള്ള കൂടോത്രങ്ങളും കൺദൃഷ്ടിയും മാറാൻ ഏറ്റവും നല്ലത് അമാവാസിയാണ്, അതായത് കർത്തവാവാണ് എന്നുള്ളത്. ഇപ്പോൾ കർത്തവാവ് കഴിഞ്ഞു പോയി, അതല്ല കർത്തവാവിന് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കാണെങ്കിൽ പൗർണമി കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളിൽ, അതായത് കറുത്തപക്ഷ വെള്ളിയാഴ്ചകളും ഇതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അന്നത്തെ ദിവസം ഏത് സമയത്തും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടോട്ട് ചുമന്ന കളറിലെ പട്ട് എന്ന് പറയുമ്പോൾ ചുമന്ന കളറിലെ കോട്ടൻ്റെ ഒരു ബ്ലൗസ് പീസ് ആയാലും മതി. അത് ഒപ്പം ചുമന്ന കുങ്കുമം, കുമ്പളങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ, ഇവ മൂന്നും വാങ്ങിക്കൊണ്ടുപോയി ഭദ്രകാളി അമ്മയ്ക്ക് സമർപ്പിക്കണം. സമർപ്പിച്ചതിന് ശേഷം എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും നാരങ്ങ സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്, അവിടെ ഉണ്ടാവും. ഇനി അങ്ങനെ ഇല്ല നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 വസ്തുക്കൾ വാങ്ങുന്നതിനോടൊപ്പം ഒരു നാരങ്ങയും കൂടി വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. പോയിട്ട് തിരുമേനിയോട് പറയണം, അതായത് ഈ ഒരു ചുമന്ന പട്ടും ചുമന്ന കുങ്കുമവും കുമ്പളങ്ങായും ഒക്കെ നമ്മൾ ദേവിക്ക് അവിടെ സമർപ്പിക്കുമ്പോൾ തിരുമേനിയോട് പറയണം, എനിക്ക് ഇത് അമ്മയുടെ പാദത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തിരിച്ചു തരുമോ, എനിക്കിതെൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം. കേരളത്തിലൊക്കെ ഇത് സമ്മതിച്ച് തരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ സമർപ്പിച്ച് അവർ നമുക്ക് തിരിച്ചു തരാറുണ്ട്. ഇനി അങ്ങനെ തരില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നടയ്ക്കൽ, അതായത് അമ്മയുടെ ശ്രീകോവിലിന് മുൻപിലുള്ള നടയ്ക്കൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ ഒരു നാരങ്ങ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്താൽ മതിയാകും. എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ നാരങ്ങ 2ആയിട്ട് മുറിച്ച് അതിലെ നാരങ്ങ നീര് മുഴുവൻ എടുത്ത്
ശേഷം നമ്മുടെ വീട് മുഴുവനായിട്ട് ഈ ഒരു നാരങ്ങ നീര് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യണം, തളിച്ചു കൊടുക്കുക എന്ന് പറയും. വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു പരിഹാരമാണിത്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്രയൊരു നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും. ഇത് ഒരു തവണയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അടുപ്പിച്ചൊരു 3-4 മാസങ്ങൾ ഇത് ചെയ്യണം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചൊരു 3-4 വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്കിത് ചെയ്യണം. ഇനിയിപ്പം കറുത്തപക്ഷ വെള്ളിയാഴ്ചയും കറുത്തവാവിനും ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അന്നൊക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം അടുത്തതായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ കല്ലുപ്പ് കൊണ്ട് വീട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വീട് തുടയ്ക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഒരല്പം കല്ലുപ്പിട്ട് വീട് തുടയ്ക്കുക. അത് ശനിയാഴ്ചയോ അതുപോലെ ഞായറാഴ്ചയോ കറുത്തവാവ് വരുന്ന ദിവസങ്ങളിലോ ചെയ്യാവുന്നതാണ്. ഇത് വളരെയധികം നല്ലതാണ്. ആഴ്ചയിലൊരിക്കൽ വീട്ടിലുള്ളവരെ എല്ലാവരെയും ദൃഷ്ടിയെടുക്കുന്നതും വളരെയധികം നല്ലതാണ്. ദൃഷ്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും അംഗങ്ങളെ കിഴക്കോട്ട് ദർശനമായിട്ട് തിരിച്ചു നിർത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ വലത് കൈയിൽ കല്ലുപ്പെടുക്കണം. ഈ വക പരിഹാരങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമം കല്ലുപ്പാണ്. ഒരു ശകലം കല്ലുപ്പെടുത്ത് നമ്മുടെ വലത് കൈയിൽ പിടിച്ചതിന് ശേഷം എല്ലാവരെയും കൂടി ഒന്നിച്ച് 3 റൗണ്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസുമായിട്ട് ചുറ്റുക. അതിനുശേഷം നമുക്ക് നമ്മളെ തന്നെ ചുറ്റാം. ഇത് ചെയ്യുന്നത് രാത്രിക്കായിരിക്കണം. നിങ്ങൾ ഫുഡെല്ലാം കഴിച്ച്, അതായത് ഡിന്നറെല്ലാം കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുൻപ്. എന്നിട്ട് ആ ഒരു ഉപ്പ് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്ത് വെക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ഒരു വെള്ളം നിങ്ങൾക്ക് സിങ്കിലോട്ട് ഒഴിച്ച് കളയാം. ഉപ്പ് ചിലപ്പോൾ നന്നായിട്ട് അലിഞ്ഞു കാണില്ല, എന്നാലും അത് സാരമില്ല. അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലെ എല്ലാ മൂലകളിലും നമ്മളൊരു വെള്ളം തളിക്കുക എന്നുള്ളതാണ്. വെള്ളം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റോസ് വാട്ടറാണ് ഏറ്റവും നല്ലത്. കാരണം റോസ് വാട്ടറിന് ചന്ദ്രാധിക്യം വളരെയധികം കൂടുതലാണ്. പോസിറ്റിവിറ്റിയെ കൊണ്ടുവരാനും വളരെയധികം കൂടുതലാണ് അതിൻ്റെ വാസനയും. ഇനിയിപ്പം റോസ് വാട്ടർ കിട്ടില്ല എന്നുള്ളവർക്ക് പ്യുവറായിട്ടുള്ള ശുദ്ധജലം എടുക്കാം. അതിലേക്ക് പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു ഇവയെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് ഒന്നെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലത്തിൽ നന്നായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്ത് വീടിൻ്റെ എല്ലാ മൂലകളിലും തളിക്കുക. കാരണം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മൂലകളിൽ പൊടികളും അഴുക്കുകളും കൂടുതലായിരിക്കും മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജിക്ക് പോയി ഇരിക്കാനായിട്ടും വളരെയധികം എളുപ്പമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു വീടിൻ്റെ കോർണേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ കോർണേഴ്സിലായിരിക്കും നമ്മളെപ്പോഴും എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇത് എല്ലാ ആഴ്ചയിലും, ശരിക്കും പറഞ്ഞാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ നിങ്ങളോട് അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത്, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് തളിക്കണം. അതായത് ആ ഒരു ലക്ഷ്മി പൂജയ്ക്ക് മുൻപെന്നുള്ളത്. ഇതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് എനർജി പോയെങ്കിലല്ലേ ലക്ഷ്മി ദേവിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം, ആഴ്ചയിൽ 2 ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയും അത് ഉണ്ടാക്കി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിന് മണം പോകും. മണം പോയി കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടുന്ന റിസൾട്ടും കുറയും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾ ആർക്കെങ്കിലും വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം 2 വെറ്റില എടുക്കുക. ആ വെറ്റിലയിൽ 2 കുരുമുളകും കൂടി വെച്ചതിന് ശേഷം അത് ചുരുട്ടി ആ വ്യക്തിക്ക് കഴിക്കാൻ കൊടുക്കുക. വെറ്റില നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു കാമ്പ്, അതായത് തണ്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം വേണം അതിൽ കുരുമുളക് വെക്കാൻ. നന്നായിട്ട് മടക്കി അത് നന്നായിട്ട് ചവച്ചരച്ച് മിഴുങ്ങാൻ പറയണം. വെറ്റിലയ്ക്കും എരിവുണ്ട്, കുരുമുളകിനും എരിവുണ്ട് എന്നും പറഞ്ഞ് തുപ്പിക്കളയരുത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ചവച്ച് മിഴുങ്ങാനായിട്ട് പറയണം. ചവച്ച് കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കുകയും ചെയ്യരുത്. ജസ്റ്റ് ഒരു മിനിറ്റ് അതൊന്ന് വയറ്റിലെത്താനായിട്ടുള്ള ടൈമും കൂടെ കൊടുക്കണം. ഇത് വളരെ പവർഫുള്ളാണ്. നെഗറ്റീവ് എനർജി, കൂടോത്രം, അതുപോലെ തന്നെ ആഭിചാരം ഒക്കെ ബാധിച്ചവർക്ക്, അങ്ങനെയുള്ളവരിത് ഡെയിലി അടുപ്പിച്ചൊരു 3-4 ദിവസം അടുപ്പിച്ച് ഒരു ദിവസം ഒരു നേരം വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷവും ആഭിചാരവോ ബ്ലാക്ക് മാജിക്കോ എന്താണെങ്കിലും അതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും.
എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.